വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് RBIയുടെ ഏറ്റവും പുതിയ അപ്ഡേഷനെ കുറിച്ചിട്ടാണ്. നമ്മളെല്ലാവരും ATM കാർഡ് ഉപയോഗിക്കുന്നവരാണ്. മെയ് 1 മുതൽ ATM കാർഡ് ഉപയോഗിക്കുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റമാണ് വരാൻ പോകുന്നത്. അതായത് ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പണം പിൻവലിക്കുന്ന ആ ഒരു സൗജന്യ പരിധി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നമ്മുടെ ചാർജ് കൂട്ടാനാണ് RBIയുടെ ഏറ്റവും പുതിയ ഉത്തരവ് വന്നിട്ടുള്ളത്. ഉദാഹരണത്തിന് നമ്മൾ പരിധി കഴിഞ്ഞതിന് ശേഷം ഒരു 500 രൂപയാണ് നമ്മൾ ATM കാർഡിൽ നിന്നും പിൻവലിക്കുന്നത് എങ്കിൽ നമുക്ക് 23 രൂപയോളം സർവീസ് ചാർജ് ആയിക്കൊണ്ട് അവർ ഈടാക്കുമെന്നാണ് പുതിയ ഉത്തരവിൽ പറയുന്നത്. നമുക്കറിയാം, നാട്ടിലെ എല്ലാ സാധനങ്ങൾക്കും വില കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ പണം നമുക്ക് നമ്മുടെ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്നും പിൻവലിക്കുന്നതിനും ചാർജ് കൂട്ടുന്നത്. നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള ആപ്ലിക്കേഷൻസുകളിലൂടെ പണം പിൻവലിക്കുകയാണെങ്കിൽ അതിന് ബാധകമല്ല. നമ്മൾ ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് സ്ഥിരമായിട്ട് പണം പിൻവലിക്കുന്നവരാണ് എങ്കിൽ നമുക്ക് പണി വരുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ചാർജ് കൂട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൗജന്യമായി നമ്മൾ പണം പിൻവലിക്കുന്ന ആ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് മുന്നേ 21 രൂപയായിരുന്നു നമുക്ക് ചാർജ് ഈടാക്കിയിരുന്നത്. ആ ഒരു ചാർജാണ് ഇപ്പോൾ 23 രൂപയിലേക്ക് മാറിയിട്ടുള്ളത്. അതായത് ഒരു വ്യക്തിക്ക് സ്വന്തം ബാങ്കിൽ നിന്ന് സൗജന്യമായി കൊണ്ട് 5 തവണ നമുക്ക് പണം പിൻവലിക്കാൻ വേണ്ടി സാധിക്കും. ഇതിന് പുറമെ നമ്മൾ മറ്റ് ബാങ്കിങ്ങിൽ നിന്ന് മെട്രോ ബാങ്കിങ് ആണ് എങ്കിൽ നമുക്ക് 3 തവണയും പണം പിൻവലിക്കാൻ വേണ്ടി സാധിക്കും. നോൺ മെട്രോ വിഭാഗത്തിലാണ് എങ്കിൽ, അതായത് സ്വന്തം ബാങ്ക് ആണെങ്കിൽ 5 തവണയും നമുക്ക് പണം പിൻവലിക്കാൻ വേണ്ടി സാധിക്കും. ഇതിന് പുറത്തേക്ക് വരുന്ന ഓരോ ഇടപാടിനും നമ്മൾ 23 രൂപ വെച്ച് നമ്മൾ കൊടുക്കേണ്ടതായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി നമ്മൾ നീങ്ങിയിട്ടില്ല എങ്കിൽ നമ്മളെ പോക്കറ്റ് കാലിയാകുന്നു, നമ്മുടെ അക്കൗണ്ട് കാലിയാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനായി RBI ബാങ്കുകൾക്ക് ഇതിനുള്ള അനുവാദം നൽകി കഴിഞ്ഞു. ഈ ഒരു നീക്കം, അതായത് ഈ ഒരു ചാർജ് വർധനവ് കൂടുതലായിട്ടും ATMന്റെ പ്രവർത്തന ചെലവ് കൂടിയത് കൊണ്ടാണ് ഇതുപോലെ ചാർജുകൾ ഈടാക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ജനങ്ങളെ ഈ ഒരു UPI ഇടപാടിലേക്ക് ആകർഷിക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണ് ഈ ഒരു വർധനവ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള പണം കൂടുതലായിട്ട് തന്നെ നമ്മൾ എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. കുറച്ചെടുക്കുന്നവർ 500, 1000 വെച്ചൊക്കെ എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ നമുക്ക് 100 രൂപക്കും 500 രൂപക്കൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്നും 23 രൂപ വെച്ച് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും കാലിയാകും. പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ഥിരമായി ATM കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.